إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ, അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ യഥാവിധി പകർത്തിയും പാലിച്ചും അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന അടിമകളിൽ പെടുവാൻ പരമാവധി സൂക്ഷിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം ജീവിതം ഓരോ ദിവസങ്ങളും ഇങ്ങനെ വേഗത്തിൽ കടന്നു പോവുകയാണ്. 2 ആഴ്ച മുമ്പാണ് ഈ മിമ്പറിന്റെ മുകളിൽ ഞാൻ എത്തിയിരുന്നത്. 14 ദിവസങ്ങൾ പോയ വേഗത അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാകും. ഓരോ ദിവസങ്ങളും ഓരോ സെക്കൻഡുകൾ പോലെ മാഞ്ഞു പോവുകയാണ്. നമ്മുടെ യൗവനങ്ങളെല്ലാം വാർദ്ധക്യത്തിലേക്ക് അടുക്കുകയാണ്. നമ്മളെല്ലാവരും വലുതാവുകയാണ്, പ്രായമുള്ളവരാവുകയാണ്. നമ്മുടെ ചെറിയ പിഞ്ചോമനകൾ വലിയ കുട്ടികളായി മാറുകയാണ്. അങ്ങനെ കാലചക്രം അതിന്റെ അനുസ്യൂതമായ പ്രവാഹം കൊണ്ട്, വമ്പിച്ച ചലനവേഗത കൊണ്ട് മുന്നോട്ട് ഗമിക്കുകയാണ്. ഇത്തരമൊക്കെ സന്ദർഭങ്ങളിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഉണർത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹശറിലെ 18-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഅദിൻ വത്തഖുല്ലാഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. എന്നിട്ട് പറഞ്ഞു, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഅദിൻ വത്തഖുല്ലാഹ. ഓരോ ആളുകളും, ഓരോ ദേഹവും, ഓരോ നഫ്സും നാളേക്ക് വേണ്ടി എന്താണ് മുന്നൊരുക്കം ചെയ്തിരിക്കുന്നത് എന്ന് അവർ നോക്കിക്കൊള്ളട്ടെ. നാളേക്ക് വേണ്ടി എന്താണ് ഓരോരുത്തരും ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നത്. ആയുസ് ഇങ്ങനെ വേഗത്തിൽ തീരുകയാണ്.
സമയം ഇങ്ങനെ കടന്നു പോവുകയാണ്. പോയതൊന്നും തിരിച്ചു വരാൻ ഒരിക്കലും സാധ്യതയില്ല എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യവുമാണ്. ഇനി നമ്മളെ ഓരോരുത്തരും നമ്മുടേതായ കാലഘട്ടം കഴിഞ്ഞ് പുതിയ യൗവനങ്ങൾ, പുതിയ തലമുറകൾ ഇങ്ങനെ പുറകിൽ നിന്ന് വന്ന് നമ്മൾ കുടുംബത്തിനും നാട്ടുകാർക്കും അത്യാവശ്യമല്ലാത്തൊരു സംഗതിയായി മാറി അവസാനം നാട്ടിൽ നിന്ന് പോകേണ്ടവരാണ് എന്ന് സ്വയം ബോധ്യവാന്മാരാകുന്ന ഒരു ഘട്ടത്തിലാണ് പലപ്പോഴും പല ആളുകളും ഉണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത്തരുണത്തിൽ ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ശൂന്യതയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാൻ നമുക്ക് സാധിക്കുക. അവിടെ ആത്മസന്തോഷത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി നിലനിൽക്കാൻ കഴിയുക അല്ലാഹുവാണ് സത്യം. അമലുകളുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ ആരും അറിയാത്ത ചിലതൊക്കെയും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യമുള്ളവർക്കാണ് ആ സ്വപ്നവുമായി ചിന്തയുമായി നിൽക്കുന്ന സമയത്ത് സമാധാനം കിട്ടാൻ സാധിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹ് പറഞ്ഞില്ലേ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. എന്നിട്ട് വീണ്ടും പറഞ്ഞു രണ്ട് തവണയാണ് ആ ആയത്തിൽ തഖ്വ എന്ന് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു തഖ്വ എന്നിട്ട് പറഞ്ഞു വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖ്വ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹു സൂക്ഷ്മജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാം അല്ലാഹുക്കറിയാം. നമ്മൾ പലതും ന്യായീകരിക്കും, ഒരു പക്ഷെ തിരക്കിലായിപ്പോയി, എന്റെ ജീവിതം അങ്ങനെയായിപ്പോയി, ആ നാട്ടിലായിപ്പോയി എന്നൊക്കെ പറയും. എല്ലാ കാരണങ്ങളെപ്പറ്റിയും കൃത്യമായ ബോധ്യവും അറിവുള്ളവനാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരുങ്ങണം. മഹാനായ സഹാബി വര്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, യാതനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾ വരുന്നതിന്റെ മുമ്പ് 5 കാര്യങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ജാഗ്രത പാലിക്കുക, ജാഗരൂകരാകുക, കരുതുക, സൂക്ഷിക്കുക, ഒരുക്കി വെക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശബാബക ഖബ്ല ഹറമിക. നിങ്ങൾക്ക് വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ യുവത്വം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒരു കാര്യം എല്ലാവരും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ, ഒരു വ്യക്തിക്ക്, ഒരു അടിമക്ക് അവന്റെ ജീവിത കാലയളവിൽ വരുന്ന എല്ലാം അവന് ഖൈർ തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഓരോ ഘട്ടങ്ങൾ മാറി മറിഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ഘട്ടങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്തു വെക്കാൻ കഴിയുമായിരുന്നു, അതിനുള്ള അവസരം എനിക്ക് റബ്ബന്ന് തന്നിരുന്നു, പക്ഷേ ഞാനതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് എനിക്കത് നഷ്ടപ്പെട്ടത് എന്ന നിരാശ വരാതിരിക്കാൻ ഓരോ കാലഘട്ടത്തെ പറ്റിയും പ്രത്യേകം നമ്മൾ സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ശബാബക ഖബ്ല ഹറമിക. നിനക്ക് വാർദ്ധക്യം പിടിപെടുന്നതിന്റെ മുമ്പ് നിന്റെ യുവത്വം, നിന്റെ യൗവനം നീ ഉപയോഗപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ കാര്യത്തിനും ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള പ്രായമാണ് നമ്മുടെ യുവത്വം എന്നത്. ബിസിനസ് ചെയ്യാൻ, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ, മക്കളെ പോറ്റാൻ, അതേപോലെ തന്നെ ഇബാദത്തുകളിൽ ഏർപ്പെടാൻ എല്ലാറ്റിനും ബെസ്റ്റാണ്. പണ്ട് ചെറുപ്പത്തിലാകുമ്പം ചില പള്ളിയിലേക്ക് ചില കുട്ടികളെ കൊണ്ടുപോകാൻ അവർക്ക് ബാപ്പ വേണം. ബാപ്പ ഇല്ല എങ്കിൽ പള്ളിയിലേക്ക് പോകുക പ്രയാസകരമാണ്. എന്നാൽ ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം ആരും ആവശ്യമില്ല. അവന് 5 നേരം പുലർച്ചയിൽ സുബഹിന്റെ സമയത്തൊക്കെ പള്ളിയിലേക്ക് പോകാൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭീതിയാണ്. എന്നാൽ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമല്ല. അങ്ങനെ ഏതേത് മേഖലകൾ നോക്കിക്കഴിഞ്ഞാലും പ്രിയപ്പെട്ടവരെ, യൗവനമെന്നത് ഒരു വല്ലാത്ത കാലഘട്ടം തന്നെയാണ്. ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കൂട്ടങ്ങൾക്കും, മുഴുവൻ സംഘടനകൾക്കും അത്യാവശ്യമായി വേണ്ട നട്ടെല്ല് എന്നത് യൗവനം തന്നെയാണ്. എല്ലാ സംഘടനകളും, എല്ലാ സംഘങ്ങളും അവർ ലക്ഷ്യം വെക്കുന്നത് യുവതയെയാണ്. അവർക്ക് ആവശ്യം യുവതയാണ്. കാരണം അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു കാലഘട്ടം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നത് എന്നേക്കാളും നിങ്ങൾക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വിചാരിക്കരുത്. വാർദ്ധക്യം വന്നു കഴിഞ്ഞ് കട്ടില്ലങ്ങോട്ട് കടന്നാലുണ്ടല്ലോ, ചില ആളുകൾ ഇങ്ങനെ ആലോചിക്കും, ചില ആളുകൾ കരയും. നമ്മളത് എന്നും കാണുന്നതാണ്. 5 നേരം 11-11:30 മണിയാകുമ്പോഴേക്കും പുതിയാപ്പിളയെ പോലെ കറക്റ്റ് ഇസ്തിരിയിട്ട് കുളിച്ച് മാറ്റി സ്പ്രേ അടിച്ച് ഒരുങ്ങി നിൽക്കുന്നു ചില വീടുകളിൽ. ചിലർ കല്യാണത്തിന് പോകാനല്ല പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കാനായിട്ടുണ്ട്, അല്ലേ? നിങ്ങൾക്കൊക്കെയും പറയാനുണ്ടാകും നിങ്ങൾ വീട്ടിൽ ഓരോരുത്തരെയും. ഞാനൊരാളെ കാണുകയാണ് എന്റെ മനസ്സിൽ, അങ്ങനെ ഒരുങ്ങി എന്തോ കാര്യമായ ഒരു വലിയ ലാഭത്തിന് പോകുന്നത് പോലെ ആവേശത്തോടെ ബാങ്കിന്റെ മുമ്പ് പള്ളിയിലേക്ക് ഓരോ വീട്ടിൽ നിന്നും ഇറങ്ങി നടന്നിരുന്ന നമ്മുടെ പിതാക്കന്മാർ. ആലോചിച്ചു നോക്ക്, ഇന്ന് അവർ ബാങ്ക് വിളി കേൾക്കുമ്പോൾ കരയാം.
കട്ടിലിൽ മലർന്നു കിടന്ന് കരയാണ്, ഒന്നും ചെയ്യാനില്ല അവർക്ക്. പക്ഷേ ചില ആളുകൾക്ക് അത് സായുജ്യത്തിന്റെ, സമാധാനത്തിന്റെ സായുജ്യമറിയാൻ നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയും. പാപ്പ ബേജാറാവണ്ട, പാപ്പ ആരോഗ്യമുള്ള കാലത്ത് എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പാപ്പ, അതുകൊണ്ട് പാപ്പ ബേജാറാകണ്ട എന്ന് നമുക്ക് പറയാൻ കഴിയും. കട്ടിലിൽ കിടക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് ബോധ്യപ്പെടും, ശരിയാണ്, അല്ലാഹു ഒരുപക്ഷേ എനിക്ക് ഈ രോഗം വന്നത് കാരണത്താൽ എനിക്ക് പുറത്തു തരുന്നുണ്ടാകും. എന്നാലും പ്രിയപ്പെട്ടവരെ, ഓരോ ബാങ്കുലിയിലും ഈ കണ്ണുനീരിങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ അത്രയും ജാഗ്രതയോടെ ഓരോ നമസ്കാരവും കൃത്യമായി പള്ളിയിലേക്ക് പോയവരായിരുന്നു. യുവാക്കളെ, നമ്മുടെ സമയമാണിത്. ഈ ആരോഗ്യം ഒരുപക്ഷെ അധികകാലം നീണ്ടു നിൽക്കുകയില്ല. നിങ്ങൾ കണ്ടില്ലേ, വ്യാപകമായ സ്ട്രോക്കുകൾ, അറ്റാക്കുകൾ വ്യാപകമായിരിക്കുകയാണ്. മുമ്പൊന്നും കേൾക്കാത്ത വിധം ഓരോ ദിവസവും 10-ലധികം സ്ട്രോക്കുകൾ മെസ്സേജുകളായിട്ട് വരികയാണ്. 10-ലധികം. രാജ്യത്ത്, വിദേശത്ത്, നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തുമായി അറിയുന്നവരും അറിയാത്തവരും മുസ്ലിങ്ങളും അല്ലാത്തവരും ഒക്കെയായിട്ട് ഒരുപാട് സ്ട്രോക്കുകൾ വ്യാപകമാകുന്നു. ആർക്കും പിടുത്തം കിട്ടാത്ത വിധം നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നു. ഒന്നുമല്ലാത്തവരായി മാറുന്നു. സംസാരശേഷി നഷ്ടപ്പെടുന്നു. നടക്കാനുള്ള കാലും കൈകളും ഇല്ലാതായി പോകുന്നു. വലതു കൈ കൊണ്ട് ഉപജീവനവുമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു യുവാവിന് വലതു കൈ കുഴഞ്ഞു പോകുന്നത് കൂടി സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് വാർദ്ധക്യ സഹജമായ അവസ്ഥ വന്നു കഴിഞ്ഞ് കട്ടിലിൽ കിടക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരുപക്ഷെ പള്ളിയിലേക്ക് പോകാൻ തന്റെ മക്കളുടെ, ആളുകളുടെ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടാകും. ആ മക്കൾ ഒരുപക്ഷെ ചിലർക്കുണ്ടാവില്ല, ചിലർക്ക് ആ മക്കൾ നാട്ടിലുണ്ടാവില്ല. ഞാനിങ്ങനെ നാച്ചുറലായിട്ട് പറയുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഇത് കയറി ചെല്ലണം. അങ്ങനെ അവശയായി കിടക്കുന്ന സമയത്ത് ആലോചിക്കാൻ കഴിയണം, അല്ലാഹുവേ, ഞാൻ ആരോഗ്യമുള്ള സമയത്ത് 5 നേരവും പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു റബ്ബേ. ആരോഗ്യമുള്ള കാലത്ത് അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. പള്ളിയിൽ, മീറ്റിങ്ങുകളിൽ, പ്രവർത്തന പരിപാടികളിൽ, പ്രബോധനങ്ങളിൽ ഒക്കെയും ഞാൻ ഉണ്ടായിട്ടുണ്ട് റബ്ബേ എന്ന് ആശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അത് വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വല്ലാതെ അത് നിരാശനാക്കും. രോഗാതുരമായ അവസ്ഥകൾ മൂർച്ഛിക്കാൻ ഒരു മിനിമം ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യന് ഈ ചിന്തകൾ മതിയാകും. അയാൾ അവിടെ നിങ്ങളെ കരിഞ്ഞു തീരാൻ, അയാൾ അവിടെ നിന്ന് ഇങ്ങനെ നിരാശപ്പെട്ട് വലിയ രോഗങ്ങളിലേക്ക് പോകാൻ, അയാൾക്ക് ആര് വന്ന് എന്ത് സമാധാനം ചൊല്ലിക്കൊടുത്താലും അയാളുടെ മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടം ആലോചിച്ച് ബേജാറാകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് യൗവനമേ നമ്മൾ ആലോചിക്കുക. ഏറ്റവും പ്രതിജ്ഞാബദ്ധമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ യൗവനം എന്തിനാണോ അള്ളാഹു തന്നത്, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ആരും പറഞ്ഞു തരേണ്ടാത്ത വിധം നമുക്കെല്ലാവർക്കും ബോധ്യമാണ്. അതുകൊണ്ട് വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് നിന്റെ യൗവനത്തെ നീ ഉപയോഗപ്പെടുത്തുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി ആളുകൾ വിചാരിക്കും യൗവനം എന്ന് പറയാൻ നമുക്കറിയാം, ഇന്ന് 55-60 വയസ്സുള്ള ആളുകൾ ചെറുപ്പക്കാരാണ് കാണുമ്പോൾ എല്ലാം കൊണ്ട്, ആരോഗ്യം കൊണ്ടുമൊക്കെ. അതുകൊണ്ട് ആ കാലഘട്ടത്തിലൊക്കെയും തന്നെ നമ്മൾ തിരിച്ചു വരണം പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്ക് പരമാവധി അടുക്കുവാൻ, ഓരോന്നും ഷെഡ്യൂൾ ചെയ്തു തീർക്കേണ്ടതായത്. കാരണം അള്ളാഹ് പറഞ്ഞില്ലേ, മുന്നൊരുക്കം എന്നാ പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടോ എന്ന് ആലോചിക്കുവിൻ. ആ മുന്നൊരുക്കം നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം നമ്മൾ വിശ്വാസികളാണ്, മരിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ്, ഖബറിൽ ശിക്ഷയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, മഹ്ശറിൽ ഒരുമിച്ച് കൂടുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആ വിശ്വാസം ആത്മാർത്ഥമാണോ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, അത് തുടർച്ചയായി പറയുന്നു, വസിഹതക ഖബല സഖമിക്, രോഗം വരുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ ആരോഗ്യം. ഇത് വലിയ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ വാർദ്ധക്യം പലതിനും നമുക്ക് തടസ്സമാകുമ്പോൾ ഇവിടെ തടസ്സമാകുന്നത് നമ്മുടെ രോഗാതുരമായ അവസ്ഥയാണ്. അവിടെ വാർദ്ധക്യത്തിന് ഒരു പ്രസക്തിയില്ല പ്രിയപ്പെട്ടവരെ. 18 വയസ്സുകാരനും 20 വയസ്സുകാരനും കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ട്രെയിനിൽ ഡോറിനടുക്കൽ നിന്നിങ്ങനെ പിടിച്ച് യാത്ര ചെയ്യവേ ഏതോ ഒരു പോസ്റ്റിന് തട്ടിയിട്ട് സൈഡായി പോവാണ്, കാലും കൈയും കട്ടായി പോവാണ്. എന്തിനു പറ്റും ആ യൗവനം? ആലോചിച്ചു നോക്ക്. മരണപ്പെട്ടിട്ടില്ല എന്നും കൂടിയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഈ ആളുടെ അവസ്ഥ മാത്രമാണോ? അവന്റെ കൂടെ ഉപജീവനത്തിന് പോകേണ്ട ബാപ്പ ലോക്കാകുന്നില്ലേ, ഉമ്മ ലോക്കാവുന്നില്ലേ? എല്ലാവരും എന്തായി പോവുകയാണ്, നിശ്ചലമാകുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. രോഗമെന്നത്, അപകടമെന്നത് പ്രിയപ്പെട്ടവരെ ഏത് സമയത്തും കടന്നു വരുന്നതാണ്. ഞാനും നിങ്ങളും ഒരുപക്ഷെ പല മാരക രോഗവും പേറിയിട്ടായിരിക്കും ഇന്നും
ഈ പള്ളിയിൽ ഒരു പക്ഷേ ഇരിക്കുന്നുണ്ടാവുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഓരോ കാര്യങ്ങളിലേക്ക് അടുത്ത് നമ്മളുടെ പ്രതിരോധ ശേഷി അതിനെ പരമാവധി താങ്ങി നിർത്തി പ്രതിരോധത്തിന്റെ ആ പേശികളുടെ അവസ്ഥ കുറയുമ്പോൾ, അത് ദുർബലപ്പെടുമ്പോഴാണ് ഏതെങ്കിലും നിലക്കുള്ള ക്ഷീണങ്ങൾ അനുഭവപ്പെടുന്നതും അത് വലിയ പരീക്ഷണങ്ങൾക്കും വലിയ ലാബുകളിലേക്കും പോകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കിടന്നിരുന്ന മാരക രോഗം എന്താണെന്ന് നമ്മൾ അറിയുക. തളർന്നു പോകും പ്രിയപ്പെട്ടവരെ, തളർന്നു പോകും. ഒരിക്കലും താങ്ങാനാവാത്ത വിധത്തിലായിരിക്കും രോഗങ്ങൾ വരിക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രീതിമുറകളിൽ ഈ പറഞ്ഞതൊക്കെയും കടന്നു വരും. ഒരു മനുഷ്യനെ തിരിച്ചു പടച്ചവൻ മുഴുവൻ വിളിക്കുമ്പോൾ ഒരുപക്ഷെ അതൊരു രോഗത്തിലൂടെയായിരിക്കും, ഒരു അപകടത്തിലൂടെയായിരിക്കും, വാർദ്ധക്യ സഹജമായ പ്രയാസത്തിലൂടെയായിരിക്കും. അങ്ങനെ ഓരോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്ക് ഓരോ സിസ്റ്റം വെച്ചിട്ടുണ്ട്. എല്ലാരെയും അത് വന്ന് പിടികൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്തു വേണം? ആ സമയത്തും പ്രിയപ്പെട്ടവരെ നമുക്ക് ആശ്വസിക്കാൻ കഴിയണം. പടച്ചോനെ, ഞാൻ ആരോഗ്യമുള്ള കാലത്ത് സജീവമായി പള്ളിയിൽ പോയവനാണ്, സജീവമായി ഖുർആൻ പാരായണം ചെയ്തവനാണ്. നിങ്ങൾക്കറിയുമോ, എന്റെ കൂടെ പഠിച്ചൊരു മനുഷ്യനുണ്ട്, എന്റെ കൂടെ ഖുർആൻ പഠിച്ചൊരു വിദ്യാർത്ഥിയുണ്ട്. രോഗാതുരമായ അവസ്ഥയിൽ നാട്ടിലേക്ക് പോകുന്നു, പനി മൂർച്ഛിക്കുന്നു, തലയിൽ വന്ന് എന്തൊക്കെയോ പിടിപെടുന്നു. ആ കുട്ടി ഇന്നും അന്ധനാണ്. എന്റെ പ്രിയപ്പെട്ട സൽമാൻ ഇന്ന് അന്ധനാണ്. അന്ന് കണ്ണുകൾ തുറന്ന് ഞങ്ങളോടൊപ്പം ഖുർആൻ ഓതിയ ആ മോൻ ഇന്ന് എന്നെ പോലെ പ്രായമുള്ള 10-40കാരൻ ഇന്ന് അന്ധനാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്ക്. വെളിച്ചം കണ്ട, നിറവർണ്ണങ്ങൾ ചാലിച്ച ഈ ലോകത്തെ കണ്ട, തന്റെ കുടുംബത്തെ കണ്ട ആ സൽമാൻ ഇന്ന് അന്ധനാണ്. ആലോചിച്ചു നോക്ക്. ആർക്കും വരാം നമ്മളുടെ ഈ തിളങ്ങി നിൽക്കുന്ന വെളിച്ചം കൂരിട്ടാകാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു രോഗം കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയാസം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ഓരോ അവയവവും നമ്മൾ കൃത്യമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുക. ഇന്ന് നമ്മുടെ കണ്ണുകൾ ഏറ്റവും ഉപയോഗപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ ചെവികൾ, നമ്മുടെ കർണപടങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഈ നാവ് ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നത് എന്തിന്റെ പേരിലാണ്, എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആലോചിച്ചു നോക്കൂ. അവിടെയാണ് പ്രിയപ്പെട്ടവരെ, അതിനൊക്കെയും വല്ലതും സംഭവിച്ചാൽ പകരമായി വല്ലതും ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഒരുപക്ഷെ അതിന്റെ ക്ഷമത നഷ്ടപ്പെട്ട് നിരാശരാകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. ഭയാനകമാണ് കാര്യം. അതുകൊണ്ട് നമ്മളുടെ ആരോഗ്യകരമായ അവസ്ഥ പരമാവധി ഉപയോഗപ്പെടുത്തുക. പരമാവധി ആരോഗ്യം ഏതെങ്കിലും വീണുകിടക്കുന്ന പോസ്റ്റിന്റെ മുകളിൽ, അങ്ങാടിയിലെ കടത്തിണ്ണയിലെ ഏതെങ്കിലും തണയുടെ മുകളിൽ തീർക്കേണ്ടതല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ യുവത്വം നാളെ അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ യൗവനത്തെ പറ്റി നമ്മളോട് ചോദ്യമുണ്ടാകും, ആരോഗ്യത്തെപ്പറ്റി നമ്മളോട് ചോദിക്കും. നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ പടച്ച തമ്പുരാൻ ചോദിക്കുക തന്നെ ചെയ്യും. അതിലൊന്ന് പറഞ്ഞത് നിങ്ങൾ ആരോഗ്യമാണ്. ഈ ആരോഗ്യം, ദൃഢഗാത്രനായ സമയത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സജീവമായി നിലകൊള്ളാൻ സാധിക്കണം. എന്തിന്? ആരോഗ്യമുള്ള അവസ്ഥയിൽ ബാപ്പാനെയും ഉമ്മാനെയും തിരിഞ്ഞു നോക്കാതെ അങ്ങാടിയിലും കളികളിലുമൊക്കെയായി ലാവിഷായി ജീവിച്ച് ഏതെങ്കിലും വല്ല ആക്സിഡന്റിലും പെട്ടുകഴിഞ്ഞ് കാലിലും കൈക്കും സ്റ്റീൽ കമ്പിയിട്ട് വീട്ടിലിരിക്കുമ്പോ ഉമ്മാനെയും ബാപ്പാനെയും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അത് മതിയാവില്ല. അവന്റെ ആരോഗ്യമുള്ള കാലത്ത് ഉമ്മാനെയും ബാപ്പാനെയും ചേർത്ത് പിടിക്കാൻ അവനാവണം. അവൻ ലോക്കാകുമ്പോൾ സ്നേഹിക്കേണ്ടവരല്ല ഉമ്മയും ബാപ്പയും. അവൻ വീട്ടിൽ ചെലവിന് കൊടുക്കാൻ കഴിയാതെ രോഗിയായി കിടക്കുമ്പോൾ സ്നേഹം ചേർത്ത് പിടിക്കേണ്ടവരല്ല മാതാപിതാക്കൾ. മറിച്ച് ആരോഗ്യമുള്ള കാലത്ത് അതെല്ലാം എല്ലായിടത്തും ഓടിയെത്തണം. ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു യാത്ര, അതേത് യാത്രയായാലും ശരി, അതിന്റെ മുന്നിൽ ഒരു നന്മയുടെ ലക്ഷ്യമുണ്ടാവണം. എവിടേക്കാണ് പോകുന്നത്? ഇന്നാൾ മരിച്ചിട്ടുണ്ട്. എവിടേക്കാണ് പോകുന്നത്? ഇന്നാൾ രോഗമായിട്ട് കിടക്കുന്നുണ്ട്, അയാളെ കാണാൻ പോകണേ. എവിടേക്കാണ് പോകുന്നത്? പാപ്പാക്ക് ഗുളിക വാങ്ങാനാണ്. അങ്ങനെ ഓരോ വർക്കിലും പ്രിയപ്പെട്ടവരെ നന്മയുണ്ടാകണം. എങ്കിൽ ആരോഗ്യം നഷ്ടപ്പെട്ട് രോഗാതുരമായ അവസ്ഥയിൽ ഏത് പ്രായത്തിലും കട്ടിലിൽ കിടക്കേണ്ടി വന്നാൽ, ഹോസ്പിറ്റലിൽ വിശ്രമിക്കേണ്ടി വന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മനപ്രയാസമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് നമ്മുടെ ആരോഗ്യത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ എല്ലാവരും സൂക്ഷിക്കുക. അർഹമുർ റഹീമീനായ തമ്പുരാൻ അതിനെ നമ്മൾ സഹായിക്കുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅൈനാക ഖബ്ല ഫഖ്രിക. ദാരിദ്ര്യത്തിന്റെ മുമ്പ് നിന്റെ ധന്യതയെ നീ ഉപയോഗപ്പെടുത്തുക. ദാരിദ്ര്യത്തിന്റെ മുമ്പ് നിന്റെ സാമ്പത്തിക ക്ഷമതയെ
നീ ഉപയോഗപ്പെടുത്തുക. ദാരിദ്ര്യം നമുക്കറിയാം, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് നമ്മൾ പഠിച്ചില്ലേ സ്കൂളിൽ, ഓർമ്മയുണ്ടല്ലോ? എത്ര വലിയ സമ്പന്ന ശ്രേണിയിൽ നിൽക്കുന്ന ആളുകൾ പൊട്ടുന്നനെ ഇരുന്നു പോകുന്നത് കാണാൻ സാധിക്കും. ഞാൻ മുമ്പൊരു പ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ട്, എവിടെയോ ഉള്ള കോടീശ്വരനായ ഒരു മനുഷ്യൻ കേരളത്തിന്റെ പുറത്ത് ഏതോ ഒരു പള്ളിയുടെ പുറത്ത് ടവലും വിരിച്ചിരിക്കുന്നത് അയാൾ കണ്ടത്രേ. നാട്ടിൽ അടിച്ചു പൊളിച്ച് കല്യാണങ്ങളൊക്കെ കഴിച്ച് ജഗപുകയാക്കിയ മനുഷ്യൻ രോഗാതുരമായ അവസ്ഥ, ഭാര്യക്കോ ആർക്കോ വന്നിട്ട് അതെല്ലാം വിറ്റ് തുലഞ്ഞ് കടമ്പേറി പുറം നാട്ടിൽ പോയിട്ട് പള്ളിയുടെ മുന്നിൽ ടവലും വിരിച്ചിരിക്കുകയാണ് അത്ര അയാൾ. ആലോചിച്ചു നോക്ക്. അതുകൊണ്ട് സമ്പന്നതയിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ ഫസല്ലി അലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. എന്താണ്? സമ്പത്തുള്ളവരോട് പ്രത്യേകമായി പടച്ച തമ്പുരാൻ പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖ. നബിയേ, അവരുടെ സ്വത്തുക്കളിൽ നിന്ന് നീ ധർമ്മം എടുക്കുക, വാങ്ങുക. അതുവഴി നീ അവരെ ശുദ്ധിയാക്കുകയും സംസ്കരിക്കുകയും ചെയ്യുമാറ്. അല്ലാഹു പറയാണ്, നമ്മുടെ സമ്പത്ത് സംസ്കരിക്കാൻ, ശുദ്ധീകരിക്കാൻ എന്ത് ചെയ്യുക? നമ്മുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുക. ഒന്ന് നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മുടെ കൈകളിലുള്ള സമ്പത്തിന്റെ 2.5% നമ്മളുടേതേ അല്ല, ഒരിക്കലും നമ്മളുടേതല്ല. അത് മറ്റൊരാളുടേതാണ്. അത് മറ്റൊരാൾക്ക് ഔദാര്യമായിട്ട് കൊടുക്കേണ്ടതല്ല, നമ്മുടേതല്ല അത്. അതിന്റെ അവകാശികൾ ആരാണ്? ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബ്. ആ വിഭാഗത്തെ പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു, ആ 2.5% സഹോദരാ നിന്റെതല്ല, അത് ഇന്ന ആളുകളുടേതാണ്. ഇനിയോ ബാക്കി 97%ത്തിൽ എത്ര വേണമെങ്കിലും നിനക്ക് സ്വതക്ക ചെയ്യാം. നിന്റെ മുന്നിൽ നിന്റെ സ്വതക്ക സ്വീകരിക്കാൻ അർഹതയുള്ളവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിനക്കത് വാജിബാണ്, ചെയ്യൽ നിർബന്ധമാണ്. ആ സ്വതക്ക വേറെ ചെയ്യണം. 2% ഞാൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, വേറൊന്നും ഞാൻ കൊടുക്കൂല എന്ന് പറയരുത്. കൊടുക്കണം. അതിന് കണക്കുണ്ടോ? അതിനൊരു കണക്കുമില്ല. അബൂ ഹുറൈറ ചെയ്തതുപോലെ തന്റെ നിത്യവേതനത്തിന്, നിത്യച്ചെലവിന്, ഭക്ഷണത്തിനുള്ളത് ബാക്കി വെച്ച് ബാക്കിയെല്ലാം കൊടുത്തു തീർത്തതുപോലെ തീർക്കാം. അങ്ങനെയും ചെയ്യാം. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കരുതി വെക്കണം. ഒരൽപ്പം കരുതി വെക്കാൻ പ്രവാചകൻ ശീലിപ്പിച്ചു. എന്തിനാ കരുതി വെക്കുന്നത്? ഈ പറഞ്ഞതുപോലെ കരുതി വെക്കാതെ ദൂർത്തടിച്ച് ജീവിച്ചടിച്ചു പൊളിച്ചാൽ നാളെ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ഘട്ടം വരുമ്പോൾ ആരാന്റെ മുന്നിൽ ഒരു പക്ഷേ ഈ ദൂർത്തടിച്ച് പൊളിച്ചു നടന്നവന് കൈനീട്ടാനുള്ള ധൈര്യം വരില്ല. അവന്റെ അഭിമാനം അതിന് സമ്മതിക്കില്ല. ആ സമയത്ത് അവൻ എവിടേക്കാൻ പോവുക? അവൻ പോവുക അള്ളാഹു ഹറാമാക്കിയ പലിശയിലേക്കാണ്. അവൻ പോവുക അള്ളാഹു ഹറാമാക്കിയ മോഷണത്തിലേക്കാണ്. അവൻ പോവുക അള്ളാഹുവിന്റെ റസൂൽ അരുതെന്ന് പറഞ്ഞ ചതിയിലേക്കും വഞ്ചനയിലേക്കുമാണ്. അവൻ പോവുക അള്ളാഹുവിന്റെ റസൂൽ വിലക്കിയ കള്ളക്കച്ചവടത്തിലേക്കാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ അടിമ മോശമായ ഒരു രംഗത്തേക്ക് പോകാതിരിക്കാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരൽപ്പം കരുതി വെക്കാൻ. ഒരൽപ്പം കരുതി വെക്കുക. ഇനിയോ അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കുക. ഇനിയോ സമ്പത്ത് ഉപയോഗിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സത്യവിശ്വാസിക്ക് എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കൂടി ചെയ്തു തീർക്കുക. ആളുകൾ ചിലർ പറയും 4 മക്കളുണ്ട്, 4 ആളുകൾ കഴിച്ചിട്ട് ഹജ്ജ് ചെയ്യണം. പറ്റൂല പ്രിയപ്പെട്ടവരെ. 4 മക്കളെ വിവാഹം കഴിപ്പിക്കുക എന്നതിനേക്കാളും നിർബന്ധമാണ് അയാൾ ആദ്യം ഹജ്ജ് ചെയ്യുക എന്നത്. അതായത് ഒരിക്കലും എന്തല്ല, നമ്മളുടെ ഭൗതികമായ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വേസ്റ്റായി വരുന്ന പൈസ കൊണ്ട് ചെയ്യേണ്ട സുപ്രധാന കർമ്മമല്ല ഉംറയും ഹജ്ജും. എല്ലാവരും ആലോചിക്കേണ്ട പോയിന്റാണ്. നമ്മൾ ബാക്കിയെല്ലാം നടക്കുന്നുണ്ട്. എഞ്ചിൻ പണി വരുമ്പോൾ 85,000 ചെലവാക്കാൻ നമുക്ക് പ്രശ്നമില്ല. 24 മണിക്കൂർ കൊണ്ട് 85,000 കണ്ടെത്തുന്നു നമ്മൾ. എന്നാൽ നമ്മളുടെ എഞ്ചിൻ പണി വരുന്നതിന്റെ മുമ്പ് ഏറ്റവും വലിയ സ്തുത്യർഹമായ സൽക്കർമ്മം ചെയ്യാൻ എങ്ങനെയെങ്കിലും സമ്പത്ത് തന്റെ സ്റ്റോക്കിൽ നിന്നോ തന്റെ അക്കൗണ്ടിൽ നിന്നോ എടുത്ത് ഉപയോഗപ്പെടുത്താൻ ആർക്കും ചിന്തിക്കാൻ കഴിയാത്തത് എന്താ? പെട്ടെന്ന് മരിക്കൂല എന്നുള്ള വിചാരം കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമ്പത്ത് ധന്യമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, പാവപ്പെട്ടവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, 100 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സമ്പന്നര് കയറി വരിക എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള സമ്പന്നരായ സഹാബികൾ പേടിച്ചരണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, റസൂലേ ഞങ്ങളുടെ കാര്യം. പ്രവാചകൻ എന്താ പറഞ്ഞത്? ഒന്നും പേടിക്കണ്ട. കാരണം നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾ സൂക്ഷ്മാലുക്കളാണ്. നിങ്ങളുടെ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരായിരിക്കെ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ സമ്പത്ത് കൊണ്ട് നിർവഹിക്കുന്നവരായിരിക്കെ അവർ ഒരിക്കലും പേടിക്കേണ്ടതില്ല. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർ പേടിക്കേണ്ടി വരില്ല, അവർ ദുഃഖിക്കേണ്ടി വരില്ല, ഒരിക്കലുമില്ല. എന്നാലോ ഈ സമ്പത്തുണ്ടായിട്ട് അല്ലാഹുവിന്റെ മാർഗം, ചില ആളുകളുടെ വീട്ടിലൊക്കെ 2 കാറും 2 ബൈക്കും,
എന്നിട്ട് പോലും പള്ളിയിൽ പോകാത്തവർ. ആലോചിച്ചേ, എന്നിട്ട് പോലും പള്ളിയിൽ പോകാത്തവർ. എന്നാലോ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പ്രവാചകന്റെ പള്ളിയിലേക്കുള്ള വഴി, ആ വഴിയിലൂടെ നടന്നു പോകുന്നത് പ്രയാസമെന്ന് കണ്ടപ്പോ വീട്ടിൽ നിന്നൊരു നാട് കെട്ടിയത്ര പള്ളിയിലേക്ക്, ആ നാട് പിടിച്ച് നടന്നു പോകാൻ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കേ, ആ നാര് പിടിച്ചിട്ട് പള്ളിയിലേക്ക് എത്താൻ ആ വഴി അടയാളത്തിന് വേണ്ടി നാരുകൾ വെച്ചു. നമ്മളോ എക്സ്പ്രസ് ഹൈവേയുടെ സൈഡിലാ ജീവിക്കുന്നത്. സുന്ദരമായ വാഹനങ്ങൾ അല്ലേ, ഓട്ടോമാറ്റിക് വാഹനങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷെ പള്ളിയിലേക്ക് പോകാൻ നമുക്ക് വരുന്നില്ല പ്രിയപ്പെട്ടവരെ. ഹൃദയം നമുക്ക് മാനസികമായിട്ട് അതിനോട് കഴിയുന്നില്ല. ഇതൊക്കെയും നമുക്ക് പ്രശ്നമായിരിക്കും എപ്പോൾ നമ്മുടെ ദാരിദ്ര്യം കടന്നു വന്നാൽ. ദാരിദ്ര്യം വരില്ല, അത്രയും കാലം 4-5 പരമ്പരക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ എന്റെ അടുത്തുണ്ട് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ കണ്ടിട്ടില്ലേ ലംബോർഗിനിയിലൊക്കെ യാത്ര ചെയ്ത ആളുകൾ ചെമ്പിൽ യാത്ര ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ഓർമ്മയില്ലേ? അങ്ങനെയുള്ള വലിയ പ്രളയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഭൂമി അടിമേലെ മറിക്കപ്പെട്ടാൽ, അല്ല പറഞ്ഞില്ലേ, ഞാൻ മുൻപ് കാലങ്ങളിൽ ചില സമുദായത്തെ ഞാൻ ഇല്ലാതാക്കിയിട്ടുണ്ട്. ആകാശത്ത് നിന്ന് ചരൽക്കല്ലുകൾ പെയ്യിച്ചൊരു സമുദായത്തെ ഇല്ലാതാക്കി. കർണപടത്തിൽ ഒരിക്കലും താങ്ങാനാവാത്ത ഘോര ശബ്ദം പുറപ്പെടുവിച്ച ഒരു സമുദായത്തിന്റെ മേൽ അവർക്ക് ആ ശബ്ദം താങ്ങാനാവാതെ അവർ പൊടുന്നനെ വീണ് നശിച്ചില്ലാതായി. ഭൂമിയുടെ ഉപരിതലത്തിൽ കളിച്ചുല്ലസിച്ച് നടന്നൊരു സമുദായം ആ ഭൂമിയെ നേരെ അടിമേലകൾ മറിച്ചു കളഞ്ഞു, നേരെ തിരിച്ചിട്ടു. മുമ്പ് അവിടെ ഒരു സമുദായം ഉണ്ടായിരുന്നോ എന്ന് ലവലേശം ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം അടയാളങ്ങളിൽ ഇല്ലാതാക്കി കളഞ്ഞു എന്നാണ് പറഞ്ഞത്. അതേപോലെ പ്രളയങ്ങൾ, വെള്ളം കൊണ്ട് ഞാൻ ചില സമുദായത്തെ ഇല്ലാതാക്കി. ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എവിടെ കൊണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്താലും പ്രിയപ്പെട്ടവരെ, നമ്മളില്ലെങ്കിൽ തന്നെ പോയില്ലേ, സമ്പത്ത് ചിലപ്പോൾ അവിടെ ഉണ്ടാവും ഭൂമിയിൽ. നമ്മളില്ലാതായാൽ ഇതെന്തിനു പറ്റും? അതുകൊണ്ട് സാമ്പത്തിക ധന്യതയുള്ള ആളുകൾ ലിസ്റ്റ് ചെയ്യുക. ഒരു സമ്പന്നൻ അള്ളാഹുവിന്റെ അടിമയായി ജീവിച്ചവന്റെ അടുക്കലേക്ക് മടങ്ങാൻ എന്തൊക്കെയാണോ ഈ ഭൂമുഖത്ത് ചെയ്തു തീർക്കാനുള്ളത് അതെല്ലാം ചെയ്തു തീർക്കുക, അതെല്ലാം ചെയ്തു തീർക്കുക. ഒരു രക്ഷയുമില്ല പ്രിയപ്പെട്ടവരെ. ഇല്ലെങ്കിൽ ദാരിദ്ര്യം വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക പൈസ ഉള്ള കാലത്ത് എനിക്ക് കൊടുത്താൽ മതി. ഇനി വേറൊന്നറിയോ, പൈസ ഉള്ള കാലത്ത് നമ്മൾ ഒരാളെ സഹായിച്ചു എന്ന് വിചാരിച്ചു, കാരുണ്യം കാണിച്ചു എന്ന് വെച്ചു, നമ്മളുടെ ദാരിദ്ര്യം എന്നൊരു സാധനത്തെ തൊട്ടു തീണ്ടാത്ത വിധം അല്ലാഹു അവനെ സംരക്ഷിക്കും. മറ്റുള്ള ആളുകൾ അങ്ങോട്ട് ഏറ്റെടുക്കും. ഒരിക്കലും അവനെന്തുണ്ടാവില്ല, ഇല്ലായ്മ ഉണ്ടാവില്ല. അത് എന്ത് വേണം? കൊടുത്തു വെക്കണം, കൊടുത്തു വെക്കണം. ആളുകൾ ഉള്ള കാലത്ത് തന്നോനാണത് എന്ന് വിചാരിക്കും. അനുജൻ ചിന്തിക്കും, പണ്ട് വാപ്പ, പണ്ടല്ലേ പണ്ട് ഇക്കാക്ക എന്നെ സംരക്ഷിച്ചപ്പോഴാ ഇല്ലായ്മയിൽ നിന്ന് ഞാൻ ഒരു സ്റ്റെപ്പ് കയറി വന്നത്. ഇക്കാക്കാകെ തളർന്നുപോയി. ഇനി എന്റേതാണ് ദൗത്യമെന്ന് തീരുമാനിക്കാൻ ആ അനുജനെ കൊണ്ട് കഴിയും പ്രിയപ്പെട്ടവരെ. ചിലപ്പോൾ നമ്മൾ കൊടുത്തതിൽ നിന്ന് നമ്മളെക്കാട്ടും നസീബ് നമ്മുടെ അനുജനോ നമ്മുടെ പെങ്ങൾക്കോ അല്ലാഹു അതിനെ ഇരട്ടിപ്പിക്കാനുള്ള നസീബ് കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അത് തിരിച്ചു വരും. ഇനി ഇതൊന്നും ചെയ്യാതെ എന്റേതാണെന്ന് പറഞ്ഞ് ജീവിച്ചാലോ ആരും സപ്പോർട്ടിന് പോലും കിട്ടാതെ, ഒരു പ്രാർത്ഥിക്കാൻ പോലും ആളെ കിട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വരും. ആ ദുരവസ്ഥ വരാതിരിക്കാൻ സാമ്പത്തികമായ ധന്യത നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിന് ഇഷ്ടമുള്ള മാർഗത്തിൽ നമ്മുടെ ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الانسان ما لم يعلم ايها الناس اتقوا الله عباد الله اوصيكم واياي ثانيا بتقوى الله. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസിൽ റസൂൽ 4ാമത്തെ വിഭാഗത്തെ പറയുന്നു, വഫറാഅക ഖബല സഖമിക വഫറാഅക ഖബല ശുഅലിക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തിരക്ക് വരുന്നതിന്റെ മുമ്പ് നിന്റെ ഒഴിവ് സമയത്തെ നീ ധന്യമാക്കുക, ഉപയോഗപ്പെടുത്തുക. നമുക്കെല്ലാവർക്കും ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാകും. നമ്മളൊക്കെ ഒരുപാട് കാര്യത്തിന് ആളുകളുടെ കൂടെ വെറുതെ ഇങ്ങനെ ഓടിക്കൊടുത്തവരായിരുന്നു. അവരുടെ ഡ്രൈവിങ്ങിനെ വിളിച്ചാൽ അങ്ങോട്ട്, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട്, അങ്ങനെ ഓടിയവരാണ് നമ്മൾ. ഇന്ന് നമുക്ക് നമ്മുടെ കാര്യത്തിന് പോലും ഒന്ന് ഓടിയെത്താൻ കഴിയാത്ത വിധം അല്ലേ. ഒരു ഭാഗത്ത് ഉമ്മ സുഖമില്ലാതെ കിടക്കുക, ഒരു ഭാഗത്ത് മക്കൾ സുഖമില്ലാതെ കിടക്കുക, രണ്ടിടത്തേക്കും നമുക്ക് പോകാൻ കഴിയുന്നില്ല, ലീവ് കിട്ടുന്നില്ല. നമ്മൾ ആകെ ലോക്കായിട്ടാണുള്ളത് കുറെ ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഒഴിവ് സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ ഉണ്ടായിരുന്നു. ആ കാലത്തൊന്നും ചെയ്യാതെ പിന്നത്തേക്ക് വെക്കും ചില ആളുകൾ. അങ്ങനെ എല്ലാം കൂടി അവളുടെ തലയിൽ വരുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്തവനെ വിട്ടവനെ മാറും.
കൃത്യമായി നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള ഒരു കാലഘട്ടം അല്ലേ? തിരക്ക്, ഒരുപാട് ഒഴിവ് സമയം ഉണ്ടായിരുന്നു. അന്ന് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു, അന്നത് ചെയ്താൽ മതിയായിരുന്നു, അന്ന് ഇന്നതൊക്കെ ചെയ്യാമായിരുന്നു. അന്ന് അല്ലേ ചില ആളുകൾ കണ്ടില്ലേ, അടുത്ത് കണ്ടില്ലേ, പരിശുദ്ധ ഖുർആൻ 30 ജുസ് എഴുതിക്കുന്ന ഒരു സഹോദരൻ, ഫാത്തിഹ മുതൽ നാസ് വരെ. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ആലോചിക്കുക, അന്ന് ആ ഒഴിവ് സമയത്തൊന്ന് എഴുതിയിരുന്നെങ്കിൽ, ഒരു ദിവസം ഒരായത്തെ എഴുതിയിരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കുകയാണ് ഇങ്ങനെ, എത്ര മനോഹരമായിട്ട് എഴുതി വെച്ചാൽ അത് ഉണ്ടാകുമായിരുന്നില്ലേ? അതൊരു അത്ഭുതമല്ലേ? എന്തായാലും ഒന്നുമല്ലെങ്കിലും അയാൾ 30 ജുസ് വായിച്ചിട്ടുണ്ട് എന്ന് തെളിവായില്ലേ? അത് 30 ജുസ് വായിക്കാതെ എഴുതാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഓരോ ആളുകളുടെയും ചില ശേഖരങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയും നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു കുറെ എണ്ണം, പക്ഷെ അന്നാ തിരക്കിൽ പറ്റിയില്ല, എടുത്തു വെക്കാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒഴിവ് സമയം എന്നത് ഇന്ന് പലതിനും പല ഗ്യാപ്പും നമുക്കുണ്ട്. കംപ്ലീറ്റ് ഇതിന്റെ മേലെ ഇങ്ങനെ തീർക്കുകയാണ് ഞാനും നിങ്ങളും. എത്ര മണിക്കൂറുകളാ? ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കാം. ഇന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയ എത്ര പേരുണ്ട് ഈ പള്ളിയിൽ? മേലെയും താഴെയും ഇരിക്കുന്നവരിൽ സ്ത്രീകളിൽ എത്ര പേരുണ്ട് അള്ളാഹിന്റെ മുസ്ഹഫ് തുറന്നിട്ട് ഖുർആൻ ഓതിയവർ? കുറെ ആളുകൾ ഉണ്ടാവില്ല. കയ്യൊന്നും ഉയർത്തണ്ടാരോ? കുറെ ആളുകൾ ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് മൊബൈൽ ഫോൺ തുറന്ന് തന്റെ മെസ്സേജുകൾ, അത്യാവശ്യമുള്ള മെസ്സേജ് അല്ല, അനാവശ്യമായി മൊബൈൽ ഫോണുകൾ യൂസ് ചെയ്തവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടാകുമോ? ഞാനടക്കം ആരുണ്ടാവില്ല. 5 തവണയെങ്കിലും നമുക്ക് ഖുർആൻ ഓതാൻ പറ്റും ആ സമയം കൊണ്ട്. 5 തവണയെങ്കിലും. നമ്മൾ വിചാരിക്കും അതൊക്കെ വെറുതെയാണ്. അല്ല പ്രിയപ്പെട്ടവർ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി ബഖറ തുടങ്ങി നാസ് വരെ ഓതിയത്രേ. സുബ്ഹാനല്ലാഹ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാത്രി നമസ്കാരം ഇശായിന് തുടങ്ങി. നമ്മൾ വിചാരിക്കും അതൊക്കെ വെറുതെ തട്ടുന്നതായിരിക്കും. അല്ല, ഞങ്ങളുടെ മകൾ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ഹാഫിളത്തായ ഒരു പെൺകുട്ടി കഴിഞ്ഞ ആഴ്ച രാവിലെ 6:30 ഞങ്ങൾക്ക് ഓതിത്തന്നു സൂറത്തുൽ ഫാത്തിഹ. 4 മണിയാകുമ്പോ ആ കുട്ടി ഒരു തെറ്റും ഒരു വള്ളി വിടാതെ സൂറത്തുൽ നാസിലെത്തുമ്പോൾ ളുഹർ നമസ്കാരത്തിനും ഭക്ഷണത്തിനും വേണ്ടി 1 മണിക്കൂർ കൂടി കട്ട് ചെയ്തിട്ട് ബാക്കി സമയങ്ങൾ കൂട്ടിവെക്കുള്ളൂ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്തായാലും ഓതാൻ കഴിയും. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവിത രൂപം ഇങ്ങനെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഒരു ദിവസം 2 തവണ ഫുൾ ഓതുമത്രേ. 2 തവണ. നമുക്കെല്ലാവർക്കും കഴിയും. അതുകൊണ്ടാണ് ഈ ഖുർആനുമായിട്ട് വല്ലാത്ത അടുപ്പമായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാന്. അതുകൊണ്ടാണ് ശത്രുക്കൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊലപാതകം നടത്തുന്ന സമയത്തും അദ്ദേഹം ഖുർആൻ ഓതുകയായിരുന്നു. ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന ആയത്തിന്റെ മുകളിലേക്ക് രക്തം ധരിച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഏത് ഹദീസ് എന്നറിയോ? ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാകുന്നു എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റാത്തവരും കണ്ടുകൂടാത്ത ആൾക്കാരുണ്ട്, വിവരമില്ലാത്തതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് കഴിയും തിരക്കിലേക്ക് ഏർപ്പെടുന്നതിന്റെ മുമ്പ് ജീവിതത്തിൽ എത്ര തവണ ഖുർആൻ മുഴുവനും ഓതിയിട്ടുണ്ടെന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ ഇത്ര തിരക്ക് വരുന്നതിന് മുമ്പ് കുറെ ഓതിയിരുന്നു എന്നെങ്കിലും പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയും. അതുകൊണ്ട് ഒഴിവ് സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. 5ാമത്തെ കാര്യം, വഹയാതക ഖബല മൗത്. നിന്റെ മരണത്തിന്റെ മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തുക. നമുക്കറിയാലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. ഈ ആയത്ത് ഒരുപാട് തവണ കേട്ടവരാണ് നമ്മൾ. സുമ്മ ഇലൈനാ തുർജഊൻ, എന്നിട്ട് അവങ്കലിലേക്ക് നമ്മൾ, അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങുക തന്നെ ചെയ്യും. ഇനിയോ, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. ഇതാണ് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. നിശ്ചയമായും അല്ലാഹുവിന്റെ അടുക്കലാണ് അന്ത്യസമയത്തിന്റെ അറിവുള്ളത്. എപ്പോഴാണ് അന്ത്യസമയം എന്നത് അല്ലാഹുവേ അറിയുകയുള്ളൂ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ വയുനസ്സിലുൽ ഗൈസ്, അവൻ മഴ ഇറക്കുകയും ചെയ്യുന്നു, അത് അവനാണ് അറിയുക. വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി, ഗർഭാശയത്തിലുള്ളത് എന്താണെന്ന് അവനാണ് അറിയുക. നമ്മുടെ ഭാര്യ ഗർഭിണിയാണെന്ന് നമുക്കറിയാൻ പറ്റും, പക്ഷെ ഗർഭാശയത്തിലുള്ളത് ആണാണോ പെണ്ണാണോ നമുക്കറിയാൻ പറ്റില്ല. ഇനി എങ്ങനെയുള്ളതാണ് അറിയാൻ പറ്റില്ല. നമുക്ക് ഉപകരിക്കോ ഇല്ലയോ അറിയാൻ പറ്റില്ല. വയഅലമു മാ ഫിൽ അർഹാം, എന്നിട്ടുള്ള പറയാണ് വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. നമ്മൾ പ്ലാൻ ചെയ്യും, നാളെ രാവിലെ വണ്ടി എടുത്തിട്ട് നാട്ടിൽ പോകണം, ഉച്ചക്കത്തെ നിക്കായിൽ പങ്കെടുക്കണമെന്നുണ്ട്. അതിന്റെ ഇടയിലുള്ള പഞ്ചറിനെ പറ്റി നമുക്കറിയില്ല, അതിനിടയിലുള്ള ആക്സിഡന്റിനെ പറ്റി നമുക്കറിയില്ല. നമ്മൾ 4 പേര് യാത്ര ചെയ്താൽ ഒരാൾ മരിച്ചു 3 ആളാണ് അവിടെ എത്തുക എന്ന് നമുക്കറിയില്ല.
നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ 4 ആൾ പുറപ്പെട്ടു, ഒരാൾ മരിച്ചു. 4 ആൾ പുറപ്പെട്ടു, 2 ആൾ മരിച്ചു. 4 ആൾ പുറപ്പെട്ടു, 3 ആൾ മരിച്ചു, ഒരാൾ രക്ഷപ്പെട്ടു. ബാക്കിലിരുന്നവർ മരിച്ചു, മുന്നിലുള്ള ആൾ രക്ഷപ്പെട്ടു. എല്ലാം നമ്മൾ കണ്ടതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് സംഭവിക്കുക എന്നറിയില്ല. എന്നിട്ടുള്ള പറയാണ്, വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ ഏത് നാട്ടിൽ വെച്ചാണ് നിങ്ങൾ മരിക്കുക എന്ന് അറിയില്ല. വല്ലാത്തായത്താണ് പ്രിയപ്പെട്ടവരെ, വല്ലാത്തായത്താണ്. ഏത് നാട്ടിൽ വെച്ചാണ് അറിയില്ല. മുഫസ്സിറുകൾ അതിന് തഫ്സീർ ചെയ്യാണ്. ഒരു മനുഷ്യനെ എന്നെ ഇപ്പൊ പറച്ചോൻ ആസാമിൽ നിന്നാണ് മരിക്കാൻ തീരുമാനിച്ചതെങ്കിൽ അവിടെ ആസാമിൽ എത്താനുള്ള ഒരു കാരണം അള്ളാഹ് കിട്ടി തരുന്ന, ഞാൻ ആസാമിലേക്ക് പോകും. ആ മരിക്കുന്നതിന്റെ തൊട്ട് മുന്നത്തെ ദിവസം സമയം ഞാൻ ആസാമിലെത്തും, അവിടെ എന്നെ തട്ടും പറച്ചു. അള്ളാഹ് ഏത് നാട്ടിലാണോ ഒരാളെ, ഇവിടെ നല്ല സുഭിക്ഷമായി 10-30 കൊല്ലം പേടിപ്പിക്കല്ലോ, 10-30 കൊല്ലം കുടുംബത്തോടെ ജീവിക്കുന്നവന് ഹറമെന്നാണ് മരിപ്പിക്കാൻ തീരുമാനിച്ചതെങ്കിൽ ഓന്റെ മനസ്സിലിട്ട് കൊടുക്കും, ഒരു ഉംറ ചെയ്ത് കളയും. ആരും ഉംറക്ക് പോകാതിരിക്കരുത്, ഉംറ ചെയ്ത് കളയുന്നു. ആ പോക്കിൽ എന്ത് ചെയ്യും? ഇതെന്താ പറയാൻ കാരണം, 11:30 മണിക്ക് ബെഡിൽ കിടന്നുറങ്ങിയ എന്റെ ഒരു സഹോദരൻ പുത്തൂരിൽ മംഗലാപുരത്ത് 11:30 മണിക്ക് എനിക്ക് വിളി വരികയാണ്. പ്രിയപ്പെട്ട ചങ്ങാതിമാർ, ഞാൻ ഈ ചരിത്രവും ഈ കഥയും കൂടി വെക്കുകയാണ്. ഒന്ന് വരണം, ഞങ്ങളോട് ബോർഡ് ഫിറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് വന്നു നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉറങ്ങുന്നിടത്തുണ്ട് പോവാണ് ഇദ്ദേഹം. അദ്ദേഹം പോകുമ്പോൾ ഉറങ്ങിക്കിടന്ന ഭാര്യനെയും മക്കളെയും കൂടി കൂട്ടിക്കാറിൽ എന്നോട് പറഞ്ഞു, ബാപ്പ ഞങ്ങൾ പോവാണ്. ഏതായാലും ബോർഡ് ഫിറ്റ് ചെയ്ത സ്ഥലത്താണ് ഫ്ലാറ്റ് ഉള്ളത്. പള്ളിയുടെ അടുത്തൊരു ഫ്ലാറ്റ് വെച്ചിട്ടുണ്ട് അദ്ദേഹം, നമസ്കാരത്തിന് പള്ളിയിലെത്താൻ. ഞങ്ങൾ ഏതായാലും ഈ അങ്ങോട്ട് പോവാണ്. 11:30. ബാപ്പ പറഞ്ഞു, എന്തിനാ മോനെ 11:30 മണിയായി ഉറങ്ങിയില്ലേ? ഇല്ല ബാപ്പ, എന്തായാലും പോണം. അങ്ങനെ പോയി ബോർഡ് നോക്കി. ഫിറ്റ് ചെയ്തത് അവന് ഇഷ്ടപ്പെടാത്തൊരു സ്ഥലത്തായിരുന്നു. അവൻ പറഞ്ഞു, ഇപ്പുറത്ത് മാറ്റി ഫിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ക്ഷീണിച്ചിരിക്കുന്ന ചങ്ങാതിമാരെയും കൂട്ടി ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് കാറിൽ നിന്ന് ചെരുപ്പ് ധരിക്കാതെ കാർ ഓടിക്കുന്ന ഒരു യുവാവായിരുന്നു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. എല്ലാ വെള്ളിയാഴ്ചയും മേലെ റൂമിൽ വന്ന് എന്നോട് കുശലം പറയുന്ന ഒരു പ്രിയപ്പെട്ടവൻ. അങ്ങനെ അയച്ച് ആ ഡ്രൈവ് ചെയ്ത് അതേ ചെരുപ്പിടാത്ത കാലുമായിട്ട് ബോർഡ് എടുത്ത് കൊണ്ടുപോയി ബോർഡ് ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ പൊന്തിച്ചിങ്ങനെ കൊടുക്കുമ്പോൾ മേലത്തെ ലൈൻ കമ്പിയിൽ ബോർഡിന്റെ ഇരുമ്പിന്റെ ഫ്രെയിം തട്ടി തൽക്ഷണം ഭാര്യയുടെയും ഉറക്കം കൊണ്ടിങ്ങനെ കണ്ണു തുടച്ചു നിൽക്കുന്ന മക്കളുടെ മുന്നിൽ വെച്ച് പൊട്ടിത്തെറിച്ചുകൊണ്ട് മരിച്ചുപോയി. ഇന്നാലില്ല. 11:30 മണിക്ക് ഉറങ്ങുന്നവൻ 11:45 റബ്ബിന്റെ അടുക്കലെത്തി. കണ്ടില്ലേ? അള്ളാഹ് അവിടെ എത്തിക്കും. അദ്ദേഹത്തിന്റെ മരണം അള്ളാഹ് അവിടെയായിരുന്നു നിശ്ചയിച്ചത്. നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവരെ ഇത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ എന്താണ് സംഭവിക്കുക എന്നറിയില്ല, ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നറിയില്ല. അതുകൊണ്ട് മരണത്തിന്റെ മുമ്പ് ജീവിതം സൗഖ്യകരമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പം മരിച്ചാലും അതുവരെ ഓക്കെ ആയിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്ന് സലാം ചൊല്ലി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ബൈഅത്ത് ചെയ്ത് റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് തിരിച്ചു പോകവേ ഒരു സഹാബി മരിച്ചു. മലക്കൽക്കടയിൽ വന്നു, തർക്കം വന്നു. അദ്ദേഹം അപ്പൊ സഹാബിയുടെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹം രക്ഷപ്പെടുവോ? ഇപ്പൊ പോയിട്ടേണ്ടു ഇസ്ലാം സ്വീകരിച്ചിട്ട്. പ്രവാചകൻ പറഞ്ഞു, അദ്ദേഹം നടന്നത് സ്വർഗത്തിലേക്കാണ്. ഒരു സുജൂദ് പോലും ആലോചിക്കണല്ലോ, ഒരു സുജൂദ് പോലും അദ്ദേഹം ചെയ്തിട്ടില്ല, ഒരു ബാൽകലി പോലും അദ്ദേഹം കേട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്ന് ബൈഅത്ത് ചെയ്ത് തിരിച്ചു പോകവേ മരണപ്പെട്ട ആൾ സ്വർഗത്തിൽ നിന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഇന്റെ ഖുതുബ കേട്ടിട്ട് ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിലേക്ക് ഒരു മാറ്റമൊക്കെ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചിറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ എല്ലാവർക്കും. പറഞ്ഞെന്താണെന്നറിയോ? എന്ത് സംഭവിച്ചാലും നമ്മളെടുത്ത തീരുമാനം ഉണ്ടല്ലോ, അത് തീരുമാനം ശരിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ മരണത്തോടുകൂടി നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ ഒഴിവ് സമയം, നമ്മളുടെ സാമ്പത്തിക ഭദ്രത, നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ ആഫിയത്ത്, അതേപോലെ തന്നെ നമ്മളുടെ ജീവിതം, ഇതഞ്ചും ഉപയോഗപ്പെടുത്തി ധന്യമാക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ അതിന് പകരമായി വരുന്ന പ്രയാസങ്ങളിലൊക്കെ ഹൈറുണ്ട്, സംശയവുമില്ല. പക്ഷെ പ്രയാസങ്ങളിൽ ഹൈറുണ്ടാവുക ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഗുണം ചെയ്തവന് മാത്രമായിരിക്കും, അല്ലാത്തവൻ ബുദ്ധിമുട്ടുമല്ലാതെ. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجعة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نسألك العفو والعافية في الدنيا والآخرة. اللهم إنا نسألك العفو والعافية في دينا ودنياي. اللهم اشف مرضانا وارحم موتانا توفنا مسلما والحقنا بالصالحين. آمين برحمتك يا أرحم الراحمين.
വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.